പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ SI ആയിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെ പ്രതികാരം ചെയ്യാൻ. അത് മറ്റാരോടും അല്ല, എൻ്റെ ഭർത്താവിനോടും എൻ്റെ അമ്മായിമ്മേനോടൊക്കെ തന്നെയാണ് എന്ന് പറയും. അബിക്ക് ഇപ്പോഴും ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കയ്യോടെ പൊക്കി അവനെ ലോക്കപ്പിലിട്ട് നന്നായിട്ട് ഇടിച്ച് ശരിയാക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ കനക പറയും, എന്നാലും നിൻ്റെ ഭർത്താവിനെ നീ മാറ്റിയെടുക്കൂല അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവനെ ഞാൻ മാറ്റിയെടുത്താലൊന്നും അവൻ മാറുന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരങ്ങ് സംസാരിക്കുകയാണ്. അതിനുശേഷം നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാനും അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇനിയിപ്പോൾ ക്യാമ്പിനൊക്കെ പോയിട്ട് അവിടെ ചെന്ന് അടി ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ പോലീസ് യൂണിഫോം ഇടുക എന്നുള്ള മോഹം അത് നടക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ തെറ്റ് കണ്ടാലും പ്രതികരിക്കാനൊന്നും നിൽക്കേണ്ട ആ സമയത്ത് എന്ന് പറയാനുണ്ട്. അപ്പോൾ അത് നന്ദു പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും പ്രതികരിക്കില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും പലഹാരം ഉണ്ട് അമ്മയെന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ വരുന്നതൊന്നും നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇനി വേണം ഉണ്ടാക്കാനെന്ന് പറയൂട്ടോ. അപ്പോൾ നൈനമോളും കൂടെ വാന്ന് പറഞ്ഞിട്ട് നൈനേനെയും വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ വലിയ ഡിസൈനർ അല്ലേ, അപ്പോൾ അടുക്കളയിൽ കയറുന്നൊക്കെ മോശമാണെന്ന് പറയും. എന്നാൽ പിന്നെ ഡിസൈനർ അല്ലാത്ത ചേച്ചി കയറിക്കോ നന്ദു ഇങ്ങനെ നവ്യനോട് പറയുകയാണേ. അപ്പോൾ അത് എൻ്റെ നവ്യമോൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ലോ അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ട് കനക കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ നൈനേനെ വിളിച്ചുകൊണ്ട് കനക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്ദുവിനോടാണെങ്കിലും നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീ ഇങ്ങനെ SI ആയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് CI ആയിട്ട് പ്രൊമോഷൻ കിട്ടും, പിന്നെ അതുപോലെ തന്നെ DYSP SP അങ്ങനെയെന്നിങ്ങനെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശിനെ ദേവയാനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇങ്ങോട്ട് വന്നായിരുന്നു, അവളെന്തോ SI ടെസ്റ്റ് പാസ്സായിന്നോ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറയട്ടോ. അപ്പോൾ അവളത് അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അപ്പം നയന അറിഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൾ അറിഞ്ഞിട്ട് നവ്യനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്തല്ലോ, എന്തായാലും നന്ദു ആഗ്രഹിച്ച പോലൊരു പ്രൊഫഷനാണല്ലോ അങ്ങനെ അവൾക്ക് കിട്ടാൻ പോണത്, അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ ചില ഫംഗ്ഷനൊക്കെ ഇന്ന് ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ നീയും അവളുടെ പിറകെ അങ്ങോട്ട് പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ എപ്പോഴാണ് അങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നീയും അതിൻ്റെ പിറകെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയേ. ആദർശ് അങ്ങനെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ അങ്ങനെയുണ്ട്, നിനക്ക് അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നീ അവൾക്കൊപ്പം അവിടെ പോയി താമസിക്കും, അതെന്തായാലും എനിക്ക് അനുവദിച്ച് തരാൻ പറ്റില്ല എന്ന് പറയട്ടെ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അവളെയും കൂട്ടി ഇരുട്ടുന്നതിന് മുന്നേ ഇങ്ങോട്ട് വരണം, ഇനിയിപ്പോൾ അങ്ങനെ നവ്യ വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ, അവൾക്ക് എന്തായാലും വയ്യാത്തതല്ലേ, ഇനിയിപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തത് തന്നെയാണ് അബിക്കും ഏറ്റവും ഇങ്ങനെ താല്പര്യം, അതുകൊണ്ട് അവൾ വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈനേനെയും കൊണ്ട് തിരിച്ചു വരണമെന്നാണ് ദേവയാനി പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ അവളോട് പറഞ്ഞു നോക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ആദർശ്. അപ്പം എന്താ പറഞ്ഞു നോക്കാന്ന് പറയുന്നത്, എന്തായാലും അവളെ വിളിച്ചുകൊണ്ടിരുത്തുന്നതിന് മുന്നേ വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി. അപ്പോൾ ആദർശ് അങ്ങ് സമ്മതിക്കുകയാണ്. പിന്നെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ ദേവയാനി ചിരിച്ചുകൊണ്ട്. അതിനുശേഷം ആദർശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് ഒരു ദിവസം പോലും അവളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഈ അമ്മ എന്താ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പെൺകുട്ടികൾ അതൊന്നും സമ്മതിച്ച് തരില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നെ അനാമികയാണെങ്കിലും ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ ജലജ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇങ്ങനെ അവൾ ഇങ്ങോട്ട് വന്നത് വലിയ വിഷമമായല്ലേ, അവളെന്തായാലും ഇത്തവണ വന്നത് നമ്മളെയൊക്കെ ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ടാണ്, ഇനിയിപ്പോൾ അവൾ SI ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കള്ളക്കേസിൽ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഈ SI എന്ന് പറയുന്നത് അത്ര വലിയ പദവിയൊന്നുമല്ലല്ലോ, എൻ്റെ അച്ഛനാണെങ്കിൽ IG വരെയുള്ളവരൊക്കെയാണ് പിടിപാട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ജലജ മനസ്സിലോർക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇങ്ങനെ അട്ടയെ പോലെ അടി കിട്ടിയിട്ട് ഇങ്ങനെ അത് ആരാന്ന് ഇങ്ങനെ അന്വേഷിക്കാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് എനിക്കാണെങ്കിലും അവൾക്ക് ഇങ്ങനെ SI സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായല്ലോ, ഇനിയിപ്പോൾ അവൻ ഇങ്ങനെ സമ്മാനം കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ പറയാണ്. അവരുടെ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഉത്സവമായിരിക്കും, ഇങ്ങനെ ആദർശം അങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അനി അവൾക്ക് സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് അവൻ്റെ പിറകെ പോകുമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അനാമികേനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമികയ്ക്കാണെങ്കിലും അപ്പോൾ ആ ഒരു സംശയം ഉണ്ടായിരുന്നു. അവനും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, ചിലപ്പോൾ അവനും പോയി എന്നൊക്കെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ഈ നന്ദു എന്ന് പറയുന്നവൾ കാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്കാണെങ്കിൽ ഒരുമിച്ചൊരു 4 ആണുങ്ങൾ വന്നാലും ഇങ്ങനെ അവൾക്ക് അടിച്ചിടാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ SI ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ അന്ന് ഇങ്ങനെ ഏട്ടത്തി തന്നൊരു നെക്ലേസ് മോഷണം പോയല്ലോ, അതുപോലെ തന്നെ നവ്യയ്ക്ക് കുടിക്കാൻ കാച്ചി വെച്ചിരുന്ന പാല് കുടിച്ച ഏട്ടത്തി ഹോസ്പിറ്റലുമായി, ആ കേസൊക്കെ അവൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ചിലപ്പോൾ അവളിങ്ങനെ ആ കേസിൻ്റെ ഗതിയൊക്കെ മാറ്റി നമ്മളിലേക്ക് തിരിഞ്ഞു എന്നിരിക്കും, അപ്പോൾ നമ്മളെ കുറ്റക്കാരാക്കി എന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്
ഇങ്ങനെ പോവാണ് കേട്ടോ. ജലജയാണെങ്കിലും അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവും. അനാമികേനെ ചൂട് പിടിപ്പിച്ച്. അപ്പം അനാമികയ്ക്കാണെങ്കിലും ആകെ ടെൻഷനായി നിൽക്കുകയാണ്. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്ദുവിനോട് കേക്ക് മുറിക്കാനായിട്ട് പറയുന്ന സമയത്ത് ആദർശിൻ്റെ കാറ് പുറത്ത് വന്ന് ഹോൺ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവർ കേക്ക് കട്ട് ചെയ്യാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ അവർ ആദർശിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യസമയത്ത് തന്നെ ആളെത്തിയല്ലോ എന്ന് നൈന പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് കേട്ടോ. നന്ദുവിന് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ, അപ്പോൾ എന്നെ കൂട്ടാതെ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അത് ആദർശേട്ടൻ വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാന്ന് പറയും. പിന്നീട് നന്ദുവിനോട് കേക്ക് കട്ട് ചെയ്യാൻ പറയാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ ആദർശാണെങ്കിലും ആദർശിൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് അങ്ങ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാക്കിയോട് നീതി പുലർത്തുന്ന SIക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നെക്ലേസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സമ്മാനം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ബോക്സ് തുറക്കുന്ന സമയത്ത് അതിൽ നല്ലൊരു നെക്ലേസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നവ്യൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് ചെറിയ ഗിഫ്റ്റ് ഒന്നുമല്ലല്ലോ, വലിയ ഗിഫ്റ്റ് തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. പിന്നെ എന്തായാലും നൈനിനോട് അത് നന്ദുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. നന്ദുവിന് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് അബിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എന്ത് സന്തോഷമായേനെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അനിയനെ അവൻ്റെ സന്തോഷം മാത്രമാണ് വലുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് അവൻ്റെ പേര് പോലും ഇവിടെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നവ്യ പറയാണ്. അപ്പോൾ നവ്യനോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും അങ്ങനെ അവനും മാറിക്കോളും എന്നൊക്കെ പറയാൻ കേട്ടോ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷയില്ല എന്ന് നവ്യ പറയാണ്. അപ്പം എന്തായാലും പോട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുക്കാമെന്ന് ആ സമയത്ത് നന്ദു അങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം എന്തായാലും അവർ നല്ല ഹാപ്പിയാണ്. പിന്നീട് ദേവയാനി ടേബിൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാം കൈവിട്ട് പോയി എന്ന് പറയും കേട്ടോ. എന്നിട്ട് ജലജയുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ സെൽഫി എടുത്തിരുന്ന ഫോട്ടോ നവ്യ അയച്ചു കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തി ഇതൊന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവർ ഈ ഫോട്ടോസൊന്നും അയച്ചു തരാറില്ലല്ലോ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. ഫോട്ടോ കാണുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമകൾ ഞാൻ കാണാൻ വേണ്ടി മനഃപൂർവ്വം എനിക്ക് അയച്ചു തന്നതാണിത്, അപ്പോൾ അവർ വേണമെങ്കിൽ ആഘോഷിച്ചോട്ടെ, അതിൻ്റെ കൂട്ടത്തിൽ ആദർശ് എന്തിനാ അവിടേക്ക് പോയത്, എല്ലാം കൈവിട്ട് പോയി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നൈനി ഏട്ടത്തിക്ക് ഇതൊന്നും തടയായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെ തടയാനാ, ഇനിയിപ്പോൾ ഇങ്ങനെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ നൈനി ആദർശം തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടായി അവളുടെ വീട്ടിൽ നിന്നാൽ ഉറക്കമില്ലാതെ നടക്കുന്നത് എൻ്റെ മോനായിരിക്കും, അപ്പോൾ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കണ്ടേ, നമ്മുടെ മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ആദർശ് ജനിച്ചേ പിന്നെ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെ കുറവായിരുന്നു, എൻ്റെ ലോകം അങ്ങനെ ആദർശും ജയേട്ടനൊക്കെ തന്നെയായിരുന്നു, നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, അപ്പോൾ നമ്മുടെ മക്കളും അതുപോലെ ആയിരിക്കണം തന്നെയല്ലേ നമ്മളും ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആദർശ് അവർക്ക് വീട് വാങ്ങിച്ചു കൊടുത്താണെന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട് കേട്ടോ ജലജയ്ക്ക്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, ആദർശ് എന്തെല്ലാം സഹായം അവർക്ക് ചെയ്തു കൊടുത്തു, ഇപ്പോൾ ഒരു വീട് എടുത്ത് കൊടുത്തില്ലേ, അത് അവരുടെ പേരിൽ തന്നെ വാങ്ങിച്ചു കൊടുത്താണെന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും ആവില്ല, അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അവൻ ചെയ്യില്ല എന്ന് ദേവയാനി ആ സമയത്ത് പറയുകയാണെ. അവൻ അതും ചെയ്യും അതിൻ്റെ അപ്പുറവും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിന് ഇങ്ങനെ സമ്മാനം വാങ്ങിച്ചു കൊടുത്തൊന്നും ജലജിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഏട്ടത്തിക്ക് ഇങ്ങനെ ചിലപ്പോൾ മകനെ കാണാൻ കിട്ടിയെന്നൊന്നും വരില്ല, അവൾ ആ രീതിയിൽ അവനെ മാറ്റിയെടുക്കും. എന്തായാലും ഏട്ടത്തിയാണെങ്കിലും ഇങ്ങനെ അവരെ ടൂറ് പോകാൻ അനുവദിച്ചു. ഇനിയിപ്പോൾ എൻ്റെ മരുമകൾ ഇങ്ങനെ ഇപ്പോൾ ഒരു അമ്മയാവാൻ പോവാണ്, അതുപോലെ അവളും അമ്മയാവാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ജലജ പറയുന്നൊന്നും അങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഒപ്പിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജലജയാണെങ്കിലും ദേവയാനീനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചൂട് പിടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ ദേവയാനി മാറിയോണ്ട് അതൊന്നും അങ്ങ് ഏൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇനി ചിലപ്പോൾ ഏട്ടത്തിയുടെ മോനെ കാണാൻ പറ്റിയെന്നും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. ജലജ പോകുമ്പോൾ ദേവയാനി വീണ്ടും ആ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മരുമകളെ സ്നേഹിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും അവളുടെ അനിയത്തിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുത്തേനെ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ആദർശം എന്തായാലും വാങ്ങിച്ചു കൊടുത്തല്ലോ എന്നൊക്കെ ദേവയാനി ഭയങ്കര സന്തോഷത്തിൽ ഓർക്കുകയാണ്. പിന്നീട് മുകളിലെ ബാൽക്കണിയിൽ ചെന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ആദർശന് അതിനും വരുന്നത് നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് ആദർശിൻ്റെ കാറ് ഗേറ്റ് കടന്ന് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ നവ്യാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്, അതിനുശേഷം ആദർശ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നൈന ഇറങ്ങുന്നത് കാണുമ്പോഴാണ് കേട്ടോ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്.
പിന്നീട് ആദർശാണെങ്കിലും നൈനയോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഇങ്ങനെ അവിടെ വീട്ടിൽ ഒരു ദിവസം പോലും നിർത്തണ്ടെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങളവിടെ കുറച്ച് ദിവസം നിൽക്കുകയായിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നവ്യാണെങ്കിലും. അപ്പോൾ അമ്മ ഒരു ദിവസം പോലും ഇങ്ങനെ ഇവളെ വീട്ടിൽ നിർത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയും. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഈ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് പിടി കിട്ടുന്നില്ല, എന്നെ കാണാനും അമ്മയ്ക്ക് പറ്റില്ല, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാനും എന്നെ അനുവദിക്കില്ല, എന്ത് സ്വഭാവം അമ്മയുടേന്ന് മനസ്സിലാവില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഒരു വിചിത്ര സ്വഭാവം എന്ന് പറയാല്ലേ എന്നിങ്ങനെ പറയട്ടെ. അപ്പോഴേക്കും ദേവയാനി വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ, ഓ വന്നോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അമ്മ ഇവളെങ്ങനെ ഒരു ദിവസം പോലും വീട്ടിൽ നിർത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവളെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കായിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ 1.5 മാസം കഴിഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് പോകുമല്ലോ, അതുകൊണ്ട് അമ്മ പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിയാണെങ്കിലും ആദർശം അങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവർ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിനക്ക് ഇവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. എനിക്ക് ഇവളുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല, പക്ഷേ അതേ സമയത്ത് നിനക്ക് ഇവളെ കാണാതിരിക്കാനും പറ്റില്ല, അപ്പോൾ 2 കാര്യം നോക്കണമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. നിന്റെ സന്തോഷം നോക്കണമല്ലോ, ഇനിയിപ്പോൾ ഇവളിങ്ങനെ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും പകൽ സമയം മുഴുവൻ ഇങ്ങനെ നിന്റെ കൂടെ ഓഫീസിലായിരിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മായിമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും സന്തോഷമാവുള്ളൂ എന്നൊക്കെ പറയുവേ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ വളഞ്ഞ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വന്നിട്ടാണ്, നല്ല രീതിയിൽ ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ ഇങ്ങനെ അമ്മായിമ്മമാരുടെ സ്നേഹമൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, അനാമിക ഇങ്ങോട്ട് ഒരുപാട് സ്ത്രീധനമായിട്ടാണ് വന്നത്, പക്ഷേ അതിനേക്കാളേറെ നൈന നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും അങ്ങനെ ആദർശിനോട് പറയാണ്, നിനക്ക് ഇവളിങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ അവളെ തലയിൽ എടുത്ത് വെച്ചുകൊണ്ട് നടന്നോ, അതിങ്ങനെ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയണ്ടെന്നിങ്ങനെ പറയൂ കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.